ചെവിയിൽ ഉപയോഗിക്കുന്നത്. ചെവിയിൽ ഇത് നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുൺഗോപി. ട്രയാങ്കുലർ ബാൻഡേജുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 2 വീഡിയോകളിൽ നിങ്ങൾ ട്രയാങ്കുലർ ബാൻഡേജ് ഉപയോഗിച്ചിട്ട് തലയിലും അതുപോലെ നെറ്റിയിലും അതുപോലെ നമ്മുടെ നെഞ്ചിലും അതുപോലെ നമ്മുടെ പുറകുവശത്തും എവിടെയെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബാൻഡേജ് ചെയ്യാമെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ അതേ ട്രയാങ്കുലർ ബാൻഡേജ് ഉപയോഗിച്ച് വേറെ 3 ആവശ്യങ്ങൾക്ക് 3 സ്ഥലങ്ങളിൽ ബാൻഡേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. ഈ 3 സ്ഥലങ്ങളിൽ ബാൻഡേജ് ചെയ്യേണ്ടത് ഒരേ തരത്തിലുള്ള ബാൻഡേജിങ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ഒരേ തരത്തിലുള്ള ബാൻഡേജിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് 3 സ്ഥലത്തും ബാൻഡേജ് ചെയ്യുന്നത്. സ്ഥലങ്ങൾ ഇതാണ്: 1 ചെവി, 2 നമ്മുടെ കവിൾത്തടം, 3 നമ്മുടെ താടി ഭാഗത്ത് അല്ലെങ്കിൽ താടിയിൽ. ചിലപ്പോൾ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ താടിയിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ താടിയിലൊന്ന് സ്റ്റെബിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സ്റ്റെബിലൈസ് ചെയ്യാനും നമുക്ക് ഇതേ ട്രയാങ്കുലർ ബാൻഡേജിങ് മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. കൂടുതലൊന്നും പറയാനില്ല, വീഡിയോ കാണാം. വീഡിയോയിലേക്ക് നമ്മൾ ട്രയാങ്കുലർ ബാൻഡേജ് ഉപയോഗിച്ചിട്ട് താടി അല്ലെങ്കിൽ നമ്മുടെ കവിൾത്തടം നമ്മൾ ബാൻഡേജ് ചെയ്യുന്ന രീതിയാണ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോഴൊക്കെ വല്ല അപകടം പറ്റി താടിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ താടിയിലൊക്കെ ഡിസ്ലൊക്കേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഇതേ ട്രയാങ്കുലർ ബാൻഡേജിങ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ ട്രയാങ്കുലർ ബാൻഡേജ് നാരോ ഫോൾഡാക്കി മാറ്റേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, എൻ്റെ ഈ വീഡിയോയിൽ, ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എടുത്ത് ഇതുപോലെ നാരോ ഫോൾഡാക്കിയ ട്രയാങ്കുലർ ബാൻഡേജ് അതുപോലെ എടുത്ത് ഇവിടെ നിന്നൊരു ട്വിസ്റ്റ് എടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ കെട്ടുന്നു. അവിടെ കെട്ടുന്ന കെട്ട് നമ്മുടെ ഡോക്ടേഴ്സ് നോട്ട് അഥവാ നമ്മുടെ റീഫ് നോട്ട് അതാണ് കെട്ടുന്നത്. ഈ കെട്ടും ഇതേ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ സെറ്റായിരിക്കുന്നു, ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. ഇപ്പോൾ താടി അല്ലെങ്കിൽ നമ്മുടെ കവിൾത്തടത്തിൽ വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാൻഡേജ് ചെയ്യുന്ന രീതിയാണിത്. ഇതിപ്പോൾ താടിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യാനും നമുക്കിത് വളരെ ഉപകാരമാണ്. ഇനി നമുക്ക് ഇതേ കെട്ട് തന്നെയാണ് നമ്മൾ ചെവിയിൽ ഉപയോഗിക്കുന്നത്. ചെവിയിൽ ഇതേ ബാൻഡേജിങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ചെവിയാണ്, ഈ വീഡിയോയിൽ കാണും പോലെ ചെവിയിലാണ് നമ്മൾ ബാൻഡേജ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള രീതിയൊക്കെ നേരത്തെ ചെയ്ത അതേ മാർഗം തന്നെയാണ്. നേരെ നമ്മൾ ചെവിയിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ സെറ്റ് ചെയ്തു. ട്രയാങ്കുലർ ബാൻഡേജ് ഉപയോഗിച്ച് താടിയെല്ലും അതുപോലെ നമ്മുടെ കവിളത്തും അതുപോലെ ചെവിയും ബാൻഡേജ് ചെയ്ത് നിങ്ങൾ പഠിച്ചു. ഇതുപോലത്തെ സേഫ്റ്റി ടിപ്പുകളും റെസ്ക്യൂ ടെക്നിക്കുകളും കൂടാതെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകളും വേണമെങ്കിൽ ചാനൽ സന്ദർശിക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിച്ചതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടാതെ എല്ലാ വീഡിയോയും കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.